ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ വേണിയാണെങ്കിൽ ആദർശിനെ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് ആദർശ് കൈമാറ്റുന്നു. പിന്നീട് മീശ പിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ആദർശ് തിരിഞ്ഞു കിടക്കുകയാണ്. അത് കാണുമ്പോൾ വേണിയാണെങ്കിൽ ചോദിക്കുകയാണ്, എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, എന്നെ ഒന്ന് നോക്കാനെന്നൊക്കെ പറയുന്നു. ആദർശ് പറയാണ്, നീ എന്നെ ശല്യം ചെയ്യാതെ എനിക്ക് ഉറങ്ങണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നും വേറെ റൂമിൽ പോയി കിടക്കുമെന്നൊക്കെ പറയുന്നു. വേണി വിചാരിക്കുന്നുണ്ട്, ഇയാൾക്ക് എന്താണ് പ്രശ്നം, എന്നെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലേ, ഇയാൾക്ക് ദീപയാണോ ഇഷ്ടം, ഇനിയും ഇയാളും ദീപയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, എന്തായാലും മൊബൈൽ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മൊബൈൽ എടുത്ത് നോക്കുന്നു. പക്ഷേ മൊബൈലിൽ ചാറ്റൊന്നും കാണുന്നില്ല. വേണി അപ്പോൾ വിചാരിക്കുകയാണ്, എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവർ ഡിലീറ്റ് ചെയ്തതാണോ എന്നൊക്കെ. എന്തായാലും ഇതിൻ്റെ സത്യം ഉറപ്പായിട്ടും കണ്ടുപിടിച്ചിരിക്കണമെന്നൊക്കെ വേണി വിചാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശങ്കറിനെയും ഗൗരിയുമാണ്. ഗൗരിയാണെങ്കിൽ കരയുന്നു. അത് കണ്ടിട്ട് ശങ്കർ പറയാണ്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നിന്നോട് അവരുടെ കാര്യത്തിലൊന്നും ഇടപെടണ്ടെന്ന്, ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ്. അച്ഛൻ പറയുന്നത് അമ്മയ്ക്ക് മനസ്സിലായില്ലെങ്കിൽ അടി കൊടുത്താലേ മനസ്സിലാകുകയുള്ളൂ, അടുത്ത ദിവസം അതെല്ലാം മറന്ന് പെരുമാറുകയും ചെയ്യും. ഈ വീട്ടിൽ ഇതൊക്കെ സാധാരണമാണ്, ഇതൊന്നും നീ കാര്യമാക്കണ്ട എന്നൊക്കെ പറയുന്നു. പിന്നീട് അടുത്ത ദിവസം വേണിയാണെങ്കിൽ അടുക്കളയിൽ ചെല്ലുന്നു. നന്ദിനി അമ്മയെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. നന്ദിനി അമ്മയാണെങ്കിൽ ഒരു ഹെൽപ്പും വേണ്ട, ഞാൻ ചെയ്തോളാം എന്നൊക്കെ സൂചിപ്പിക്കുകയാണ്. വേണി അപ്പോൾ പറയണം, എനിക്ക് പാചകമൊന്നും ചെയ്യാൻ അറിയില്ല, എൻ്റെ വീട്ടിലാണെങ്കിൽ ജോലിക്കാരുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ അറിയാത്തതെന്നൊക്കെ. എനിക്കാണെങ്കിൽ പുറത്തു പോകണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയുന്നു. നന്ദിനി അമ്മ അപ്പോൾ പറയണം, ആദർശിനെ ഞാൻ പറഞ്ഞു വിടാമെന്ന്. അപ്പോൾ പറയാണ്, എനിക്ക് ഷോപ്പിങ്ങിന് പോകണം, അതിന് ദീപയെ കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുകയാണ്. അമ്മ അപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ ആണെങ്കിൽ ആരതിയെ കൂട്ടിയിട്ട് പോയാൽ പോരെ എന്ന്. വേണി അപ്പോൾ പറയണ, ദീപയും ഞാനുമൊക്കെ സമപ്രായക്കാരല്ലേ, അതുകൊണ്ട് എനിക്കിഷ്ടമുള്ളതൊക്കെ അവളോട് ചോദിച്ചിട്ട് വാങ്ങാമെന്നൊക്കെ പറയുന്നു. നന്ദിനി അമ്മയാണെങ്കിൽ വേണിയുടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നടത്തി തരാമെന്ന് പറയാണ്. അതേസമയം വേണി മനസ്സിൽ വിചാരിക്കുകയാണ്, ഇന്നത്തെ ദിവസം ആദർശിനെയും ദീപയും ശരിയാക്കി കൊടുക്കാമെന്ന്. പിന്നീട് ചാരങ്ങാട്ട് വീട്ടിൽ എല്ലാവരും ആഹാരം കഴിക്കാനിരിക്കുന്നു. ആ സമയത്താണെങ്കിൽ രാധാമണി പറയുകയാണ്, നേരത്തെ ആണെങ്കിൽ എൻ്റെ മുന്നിൽ കമലയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കില്ലായിരുന്നു, ഇപ്പോൾ അവൾ ഇരിക്കാൻ തുടങ്ങിയെന്ന്. ശങ്കർ അപ്പോൾ പറയുന്നുണ്ട്, കമലയിട്ടത്ത് ഇരുന്ന് കഴിക്കാനെന്ന്. രാധാമണി അപ്പോൾ പറയണം, ഞാൻ നിന്നോട് എഴുന്നേക്കാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന്. രാധാമണിയാണെങ്കിൽ ഗൗരിയോടും ഇരുന്ന് കഴിക്കാൻ പറയുന്നു. ഗൗരിയെ ആണെങ്കിൽ ശങ്കറും നിർബന്ധിച്ചിരുത്തി കഴിപ്പിക്കുന്നു. ആ സമയത്ത് ജോലിക്കാരി പറയാണ്, ഒരു വീട്ടിലാണെങ്കിൽ ഒരു പെണ്ണ് ഗർഭിണിയാണെന്ന് കള്ളത്തരം പറഞ്ഞു, എന്നിട്ട് ആ വീട്ടുകാരെല്ലാം കണ്ടുപിടിച്ചെന്നൊക്കെ പറയാണ്. ജോലിക്കാരി വീണ്ടും പറയുന്നുണ്ട്, ഗർഭിണികൾക്കാണെങ്കിൽ കഴിക്കാൻ ഓരോന്ന് ആഗ്രഹം തോന്നും, ഗൗരിക്കൊന്നും തോന്നുന്നില്ലല്ലോ എന്ന്. ആ സമയത്ത് ശങ്കർ പറയാണ്, ഗൗരിക്ക് തോന്നുന്നുണ്ട്, അവൾ പറയാത്തതാണെന്ന്. പിന്നീട് ദീപ പ്രൊഫസറിന്റെ വീട്ടിലേക്ക് വരുന്നു. ദീപ വന്നതിന് ശേഷമാണ് ആദർശാണെങ്കിൽ ദീപയും ഷോപ്പിങ്ങിന് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. വേണി അപ്പോൾ പറയാണ്, ഞാൻ പറയാൻ മറന്നു പോയതാണ്, എനിക്കൊരു കൂട്ടിനു വേണ്ടിയാണ് ദീപയെ കൂടെ വിളിച്ചതെന്ന് പറയുന്നു. 3 പേരും ഒന്നിച്ച് ഷോപ്പിങ്ങിന് ഇറങ്ങുന്നു. 3 പേരും പോയതിന് ശേഷം മുത്തശ്ശിയാണെങ്കിൽ നന്ദിനി അമ്മയോട് പറയാണ്, ഈ വേണി എന്തോ ഒപ്പിക്കാൻ വേണ്ടിയാണ് ഈ പോക്കെന്ന്. നന്ദിനി അമ്മ അപ്പോൾ പറയാണ്, അവൾ ഇപ്പോൾ പാവമാണ്, ഒരുപാട് മാറിയിട്ടുണ്ടെന്നൊക്കെ. പിന്നീട് ചാരങ്ങാട്ട് വീട്ടിൽ ഗൗരി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് രാധാമണി തങ്കച്ചി അവിടേക്ക് വരുന്നുണ്ട്. രാധാമണി തങ്കച്ചിയാണെങ്കിൽ അടുക്കളയിൽ പോയിട്ട് അരയ്ക്കുന്ന കല്ല് നോക്കുന്നു, എന്തോ പ്ലാൻ ചെയ്യുകയാണ്. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്